പത്തനംതിട്ട ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിക്കാൻ തീവ്ര ശ്രമം തുടരുന്നു. 7 മീറ്റർ ആഴമുള്ള കിണർ വറ്റിച്ച് കടുവയെ പുറത്തെത്തിക്കും. രക്ഷാദൗത്യത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് RFO BR ജയൻ ആവശ്യപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് കടുവ കിണറ്റിൽ വീണത്. അതായത് പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കടുവയെ മയക്കുവെടി വെച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ റാന്നി DFO ഉടൻ തന്നെ സ്ഥലത്തെത്തും. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇതിൻ്റെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജനങ്ങളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ കടുവയുടെ സുരക്ഷയും മുൻനിർത്തിയായിരിക്കും നമ്മൾ ഈ കടുവയെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ജനങ്ങളുടെയും സഹകരണമാണ് ആവശ്യം. അപ്പോൾ ഒരു 7-8 വയസ്സ് പ്രായമുള്ള കടുവയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ കിണറ്റിനകത്ത് കിടക്കുകയായതുകൊണ്ട് നമുക്കിന്നെ പൂർണ്ണമായിട്ടും ഇത് മെയിലാണോ ഫീമെയിലാണോന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. വിവരങ്ങളുമായി പത്തനംതിട്ടയിലെ ചിറ്റാറിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഇപ്പോഴും കടുവ കിണറ്റിൽ തന്നെയാണല്ലോ. എപ്പോഴത്തേക്ക് ഇത് പുറത്തെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ദിലീപ് കുമാർ, ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ, കിണറ്റിലകപ്പെട്ട കടുവയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് കടുവ കിണറ്റിലകപ്പെട്ടത്. ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണിയിലേക്ക് പിന്നിടുന്നു. 6 മണിക്കൂർ സമയമായിട്ടും കടുവയെ ഇതുവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കിണർ പൂർണ്ണമായിട്ടും വല ഉപയോഗിച്ചുകൊണ്ടും മറ്റ് ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും പൂർണ്ണമായിട്ട് മൂടി ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. അതിനുശേഷം കിണറ്റിലെ വെള്ളം പറ്റിച്ച് വല ഉപയോഗിച്ചുകൊണ്ട് കടുവയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സംയുക്തമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വലയിലേക്ക് കടുവയെ പിടികൂടി കരയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷേ അതിനെ മയക്കോടി വെച്ച് പുറത്തേക്ക് കൊണ്ടുവരും. മയക്കോടി വെക്കുക ഗത്യന്തരമില്ലാതെ ഏറ്റവും അവസാനം ഉള്ള ഒരു നടപടി എന്ന രീതിയിൽ മാത്രമായിരിക്കും കടുവയെ മയക്കോടി വെക്കുന്ന ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് നിലവിൽ പോകുക. രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ വനംവകുപ്പിനെ സഹായിക്കാനായിട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഈ കടുവ ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങി പേടിയുണ്ടോ ഏട്ടാ? പേടിയായിട്ടല്ല, പേടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓരോരുത്തർ കണ്ടവരുണ്ട്. പുലിയും മാനയും കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. കടുവ ഉണ്ടാകുന്ന ആദ്യം താഴെ 2 ആനയുണ്ട്. അങ്ങ് താഴെ സൈഡില് 2 ആനയുണ്ട്. അത് അവിടെ വന്നിട്ട് അത് പോകുന്ന പോലും ഇല്ല. അവിടെ മൊത്തം നാശമാക്കി ഇട്ടേക്കുക. നിങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ട്. ഈ കടുവയ്ക്ക് വേണമെങ്കിൽ തിരിച്ച് ചാടി ഇങ്ങോട്ട് വരാൻ പാകത്തിലുള്ള ആഴവേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങേയറ്റം ഒരു ഡേഞ്ചറസ് ആയ സാഹചര്യമാണ് അല്ലേ? ഇട്ടിട്ടുണ്ടാ കയറി വരാത്തത്, അല്ലെങ്കിൽ വന്നേ. അപ്പോൾ ദിലീപ് കുമാർ, ആ പറയുന്ന രീതിയിലുള്ള ആശങ്ക എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇവിടെ വലിയ ആഴമുള്ള കിണറല്ല. നിലവിൽ ഏതാണ്ട് 7 മീറ്റർ ആഴം മാത്രമാണ് ഈ കിണറിനുള്ളത്. അതിനകത്ത് 4 അടിയോളം വെള്ളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടി ശബ്ദം കേട്ട് വീട്ടുടമയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് നോക്കിയപ്പോഴാണ് ഈ കടുവ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത്. വനംവകുപ്പ് എന്തായാലും ഈ കിണറുള്ള പരിസരം മുഴുവൻ വടം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സുരക്ഷ ഒരുക്കുകയാണ്. അതിനുശേഷം ഈ സ്ഥലം പൂർണ്ണമായി മറച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തും. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ പത്തനംതിട്ട മലയോര മേഖലയായിട്ടുള്ള 2 സ്ഥലങ്ങളിൽ നിന്ന് രണ്ടാമത്തെ കടുവയാണ് പിടികൂടുന്നത്. നേരത്തെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പറയുന്ന കുമ്പളത്താമണിൽ, വടശ്ശേരിക്കര കുമ്പളത്താമണിൽ നിന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവയെ പിടികൂടിയിരുന്നു. വനംവകുപ്പ് കൂട് വെച്ചാണ് ആ കടുവയെ പിടികൂടിയത്. ഇവിടെ എന്നാൽ ജനവാസ മേഖലയിലേക്ക് മറ്റ് പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ കടുവയുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ പോലും നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് ജനവാസ മേഖലയിലെ കിണറ്റിൽ ഒരു കടുവ അകപ്പെട്ടത്. ആ കടുവ ഇപ്പോഴും ആ കിണറ്റിലുണ്ട്. ആ കടുവയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങേയറ്റം ഒരു വലിയ ദേഷ്യത്തിലൊക്കെ കടുവയിനകത്ത് ഇരിക്കുകയാണ്. നേരത്തെ ഈ പറയുന്ന രീതിയിൽ ഒരു പൈപ്പ് ഇറക്കിയപ്പോൾ പോലും വലിയ തരത്തിലുള്ള കടുവ പ്രകോപിതനാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങേയറ്റം ശൗര്യത്തോടു കൂടി ആ കടുവ ആ കിണറ്റിൽ ഇരിക്കുകയാണ്. അതിനെങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നാൽ മതി എന്നുള്ളതാണ്. അതിനെ അങ്ങേയറ്റം സുരക്ഷിതമായിട്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. വലിയ ശൗര്യത്തോടു കൂടി ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുള്ള കടുവയാണ്. അത് ആൺകടുവയാണോ പെൺകടുവയാണോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടില്ല. എന്തായാലും അതിനെ അങ്ങേയറ്റം സുരക്ഷിതമായിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. നാട്ടുകാരെ എല്ലാം കൃത്യമായിട്ട് വടം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയതിന് ശേഷമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. ഏതാണ്ടൊരു ഉച്ചയെങ്കിലും കഴിയും ഈ കടുവയെ പുറത്തേക്ക് ഇറക്കുമ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിലീപ് കുമാർ. പത്തനംതിട്ട ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ചിറ്റാറിൽ നിന്ന് ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.